പ്രാർത്ഥിക്കുന്നവരെയും ഈ ഉടമ്പടി ആരാധനയിലേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, ഇക്കാലത്ത് നിന്റെ പ്രത്യേകമായ സാന്നിധ്യവും വചനത്തിന്റെ പ്രത്യേക വിരുന്നും വിശേഷ ഭക്ഷണവും നൽകി ഞങ്ങളുടെ കാലഘട്ടത്തെ പരിപോഷിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഈ ആരാധന നിമിഷം മുഴുവനും ആരെല്ലാം ഓൺലൈനില് എപ്പോഴെല്ലാം ആരാധന കൂടുന്നുവോ അവിടെ കണ്ണുനീരും ഇപ്പോൾ ഞങ്ങള് ആരാധനയില് അമ്മയുടെ മാധ്യസ്ഥത്തില് സമർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിൽ ആരാധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. വീണ്ടും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലെ ഉണർവോടെ ആയിരിക്കാൻ അധരങ്ങൾക്ക് അഭിഷേകം നൽകണമേ. പ്രാർത്ഥിക്കുമ്പോഴേ തീ കത്തുകയും സ്വർഗമുണരുകയും ആത്മാഭിഷേകത്താൽ നിറയുകയും ചെയ്യുന്ന സഭയെ അങ്ങ് പടുത്തുയർത്തണമേ. പരമദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കാലങ്ങളിലെല്ലാം എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ കേട്ട സാക്ഷ്യങ്ങളിലൂടെ അങ്ങയുടെ മഹിമ കുടികൊള്ളുന്ന ഉടമ്പടി പേടകത്തിന്റെ കുടികൊള്ളുന്ന അങ്ങയുടെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങള് അനുഭവങ്ങളായി വിടുതലായി പുറപ്പാടിന്റെ പുസ്തകത്തിലെ പോലെ തീത്തൂണായി ഏകസ്തംഭമായി ചെങ്കടൽ പിളർത്തി യോർദാൻ പിളർത്തി അനുഭവത്തിന്റെ അനുഗ്രഹത്തിന്റെ വാഗ്ദാന നാട് പ്രവേശിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം ദൈവമേ, നിനക്ക് സ്തോത്രം, നിനക്ക് നന്ദി, നിനക്ക് ആരാധന. സ്തുതിക്കട്ടെ. നമ്മൾ ദൈവ തിരുസന്നിധിയിൽ ആയിരിക്കുകയാണ്. ദൈവത്താൽ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹം. നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളിലെ ആത്മാവിൻ്റെ കൂടെ അമ്മയുടെ കരഗ്രഹിച്ചുകൊണ്ട് അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങളുടെ കരുതലും കാവലും ഒക്കെയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കരുതല് കാലങ്ങളായി അങ്ങ് കാത്തു നിൽക്കുന്ന നിന്റെ സംരക്ഷണം, നിന്റെ സ്നേഹം, നിന്റെ പരിപാലന എല്ലാം ഗ്രഹിക്കുവാൻ സന്തോഷിക്കുവാൻ ആരാധിക്കുവാൻ അഭിഷേകം നൽകണമേ. നമ്മളുള്ള ഇടത്തെല്ലാം കൈകളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കഴുത്തിനും തോളിനും ഒക്കെ മുഴകളുള്ളവർ അവിടെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവിടെ എല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾ സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ള ആരാധനയുടെ തീമഴ പെയ്യുന്ന സമയത്താണ് കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കുന്നത്. എവിടെയെല്ലാം രോഗങ്ങളുണ്ടോ, ഉദരാശയത്തിലെ രോഗങ്ങൾ, ഗർഭാശയത്തിലെ രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, അണ്ടാശയത്തിലെ സിസ്റ്റ് രോഗങ്ങൾ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പൊക്കിലിന് താഴെ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. കരൾ രോഗികൾ നെഞ്ചിന് താഴെ കൈവച്ചുകൊണ്ട് ഇടനെഞ്ച് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. തൈറോയ്ഡ് രോഗികൾ, ട്രാൻസ്പ്ലാന്റ് രോഗികൾ, അതുപോലെ തന്നെയുള്ള സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളവർ,
എല്ലാം കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രഷർ രോഗികൾ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. മറാത്ത തലവേദനയുള്ളവർ, ഉറക്കമില്ലാത്തവരൊക്കെ ശിരസിൽ കൈവച്ചൊരു പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി പ്രാർത്ഥിക്കട്ടെ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. രക്തസാക്ഷിയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ, ഓരോ മകന്റെ പേരും മകളുടെ പേരും കർത്താവേ അങ്ങയുടെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ അണിപ്പെടുതാർന്ന വലതുകരം, അത്ഭുതകരം, അടയാളം കാണിക്കുന്ന കരം, കാറ്റിന്റെ മേൽ ഉയർത്തിയ കരം കർത്താവേ, കാറ്റിന്റെ മേൽ ഉയർത്തിയ കരം, കടലിന്റെ മീതെ കാറ്റിന്റെ മേൽ ഉയർത്തിയ കരങ്ങളെല്ലാം കർത്താവേ ഇപ്പോൾ ഉയരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ഒരു വഴി കാണുന്നില്ല. മനസ്സിലെ ഭാരം, ജീവിതത്തെ തടസ്സം, എങ്ങോട്ട് പോണമെന്നറിയത്തില്ല. അകപ്പാടെ കുഴങ്ങി മറഞ്ഞ് കർത്താവ് വിഷമിച്ച് അങ്ങയുടെ ദൃശ്യത്തിന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ ശത്രുക്കളുടെ കർത്താവെ നീ ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലെ പോകാൻ പറയുന്ന കർത്താവിന്റെ സ്വരങ്ങൾ കർത്താവ് ഇപ്പോൾ അഭിഷേക സ്വരകർത്താവ്, ഈ അഭിഷേക നിമിഷം കർത്താവ് അവരുടെ മക്കൾക്ക് അടഞ്ഞുപോയ വാതിൽ തുറക്കുകയും കർത്താവ് തുറന്ന വാതില് അടക്കേണ്ട വാതിലുകൾ അടഞ്ഞു തന്നെ പോകാൻ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കണ്ണത്തിലൂടെ ശ്രുതികട്ടെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ മരുയാത്ര, ഈ മരുഭൂമിയിലെ യാത്രയാണ്, തണലില്ലാത്ത യാത്രയാണ്, തണൽ മരങ്ങൾ വെട്ടി വീഴ്ത്തപ്പെട്ട യാത്രയാണ്, നടക്കുന്ന തറ പൊള്ളുന്ന യാത്രയാണ്, വെയിലുരുക്കി വീഴുന്ന യാത്രയാണ്, മുരിഞ്ഞു തീരുന്ന യാത്രയാണ്. അപ്പോഴൊക്കെ വിശ്വാസി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ്? നിൻ്റെ കൃപ മതി എനിക്ക്. അത് ആഴമാർന്നൊരു എന്ന് നീ ചോദിക്കുന്നുവോ, അപ്പോൾ നിനക്ക് അഭിഷേകം ലഭിച്ചിരിക്കും. കാരണം കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നീ എത്തേണ്ട സ്ഥലം എത്തണം വരെ നിനക്ക് വേണ്ട വ്യയാധിക്യവും യാത്രാഭക്ഷണം കർത്താവിൻ്റെ കൃപയാണ്. അത് വട്ട് എവർ മേ ബി ദ കണ്ടീഷൻ യു ആർ അണ്ടർഗോയിങ്, നീ എന്ത് രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നീ വിചാരിക്കും അത് തന്നെ ഇപ്പം നടന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്ന് വിചാരിക്കും. പക്ഷെ കർത്താവ് പറയും നീ ചാകത്തില്ല, നീ സർവൈവ് ചെയ്യുമെന്ന് പറയും. ഒരു വ്യക്തിയെ സർവൈവ് ചെയ്യിക്കുന്നത്, അതിജീവിപ്പിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്. കൈയടിച്ച് കർത്താവ് ഈ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇറ്റ്സ് എ ഡിവൈൻ സൊല്യൂഷൻ. ബട്ട് മേ ബി ദ കണ്ടീഷൻ, നിൻ്റെ കണ്ടീഷൻ തന്നെയാണ്. രോഗമാകാം, പീഡയാകാം, സാമ്പത്തിക കടമാകാം, ജപ്തി നടപടിയാകാം, എന്ത് കണ്ടീഷനുമാകാം. ഇതിനെല്ലാം ആകെത്തുഴകയായിട്ട് സിംഗിൾ ആൻഡ് കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മളുണ്ടാക്കിയതല്ല, ദൈവം ഉണ്ടാക്കിയതാണ്. ദൈവം നടത്തി തന്ന പേരാണ്. എന്താണ്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഇത് എന്നൊരു വിശ്വാസി അതിൻ്റെ അന്തർധാരകളെ മനസ്സിലാക്കുന്നുവോ അന്നാണ് നമുക്ക് അഭിഷേകം ലഭിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ലഭിക്കാം. ഒന്ന് അനുഗ്രഹം, ദാറ്റ് മേ ബി യൂസ് ആൻഡ് ഗോ. അത് അനുഗ്രഹം എന്ത് ഞങ്ങൾക്ക് ലഭിച്ചാലും അത് നമ്മൾ ഡിസ്പോസിബിളാണ്. എല്ലാ ബ്ലെസ്സിങ്സ് അല്ല. അനുഗ്രഹത്തിൻ്റെ പേരിൽ നമുക്കുണ്ടാകുന്ന താൽക്കാലിക സന്തോഷം അങ്ങനെ നിലനിൽക്കണമെന്നില്ല. അതിൻ്റെ ആനുകൂല്യങ്ങൾ നിലനിന്നാലും അതിൻ്റെ ആന്തരിക സന്തോഷം നിലനിൽക്കണമെന്നില്ല. ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദി ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. അതാണ് അനുഗ്രഹത്തിൻ്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത്. പക്ഷേ അഭിഷേകം അങ്ങനെയല്ല. അഭിഷേകം നിനക്ക് നൽകപ്പെട്ടാൽ അത് നൽകപ്പെടുന്നത് നിൻ്റെ ശരീരത്തിനല്ല, നിൻ്റെ ആത്മാവിനാണ്. അത് അങ്ങ് നിലനിൽക്കാം. എൻഡ്യൂറിങ് ആണ്. An anointing is enduring. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിലനിൽക്കുന്ന അഭിഷേകത്താൽ, സുവിശേഷം പറയുന്ന പുതിയ അഭിഷേകത്താൽ അങ്ങയുടെ ദാസനെയും ദാസിയെയും പ്രഭാതത്തിൽ അഭിഷേകം ചെയ്യണമേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, അമ്മയിൽ നിറഞ്ഞു വിളങ്ങിയ ദൈവകൃപയ്ക്കായി
ഞങ്ങൾ നിറയാൻ വേണ്ടി ഇപ്പോൾ മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ അമ്മയുടെ മാധ്യസ്ഥത്തില് പ്രസാദിച്ചുകൊണ്ട് അപ്പാ ദൈവപിതാവേ, കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവിടുത്തെ തിരുമുറിവിന്റെ പീഡാനുഭവങ്ങളുടെ തിരുമരണത്തിന്റെ ശക്തിയായ കൃപ ഞങ്ങളുടെ കൊഴുകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവേർഷൻ ആൻഡ് അട്രാക്ഷൻ, രണ്ട് തരത്തിലാണ് കൃപ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോഴുള്ള സിറ്റുവേഷൻസാണ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. പരീക്ഷ ടെൻഷനാകാം, റിസൾട്ട് വരാൻ പോകുന്ന ടെൻഷനാകാം, അല്ലെങ്കിൽ ബാങ്കുകാരൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള വിരട്ടലിനുകൊണ്ട് ടെൻഷനാകാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഓപ്പറേഷൻ ഡേറ്റ് ഇട്ടതിൻ്റെ ടെൻഷനാകാം. എല്ലാ ടെൻഷൻ. ഈ ടെൻഷൻ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാം. ഒന്ന്, ഇതിനെ നമുക്ക് അവേർഷനോടുകൂടി ഇതിനെ സമീപിക്കാം. ഇതിനെ ഒരു എടുത്തു മാറ്റപ്പെടേണ്ട നമുക്ക് വെറുക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എടുക്കാം. പക്ഷെ അത് അപ്പോൾ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. ചിലപ്പോൾ അത് ദൈവം എടുത്ത് മാറ്റുമ്പോൾ അത് ബ്ലെസ്സിങ്സായിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ ദൈവാംശമായിട്ട് നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിനക്കതിൻ്റെ അഭിഷേകമാണ് ലഭിക്കണമെങ്കിൽ അത് ദൈവാംശമായി നിലനിൽക്കും. ദൈവത്തിന് എപ്പോഴും ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അഭിഷേകം വന്നായിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര ധൈര്യമല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത്, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രജിത എലിസബത്ത് വർഗീസിൻ്റെ ഒരു സാക്ഷിയാണ്. നമ്മുടെ മണർകാട് പള്ളിയിലെ ഒരു യാക്കോബ സഹോദരിയാണ്. അവരുടെ സാക്ഷ്യം എന്നല്ലേ, അവരുടെ സാക്ഷ്യം അവരുടെ മകളുടെ ഇവർ നാട്ടിലില്ല, അപ്പം മകളാണ് നാട്ടിലുള്ളത്. അവളുടെ വിദ്യാഭ്യാസം അത്രയ്ക്ക് ശരിയാകണില്ല. അപ്പോൾ അമ്മ ഒരു കൊല്ലം മുമ്പ് അവർക്ക് 46 വയസ്സുണ്ടായിരുന്ന കാലത്ത്, കഴിഞ്ഞ കൊല്ലം, ഇപ്പോൾ അവർക്ക് 47 വയസ്സായി. 46 വയസ്സുണ്ടായിരുന്ന കാലത്ത് അവർ 18 വർഷത്തോളവും ഒരിടത്തും പോകാതെ വീട്ടിൽ തന്നെ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് 18 വർഷത്തോളം വീട്ടിൽ തന്നെ താമസിച്ച്. വെച്ചാൽ അവരൊരിടത്തും വിടത്തില്ലായിരുന്നു, അവർക്കൊരിടത്തും പോകാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ പ്രൊഫഷൻ അങ്ങ് കൊലച്ച് മുരണ്ടുപോയി. വല്ലാത്തൊരവസ്ഥയാണ്. 18 വർഷം എന്നൊക്കെ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഡെഡ് ബോഡി പോലെ പോകും. അമ്മ ഇതെന്നിട്ട് അതിൽ അവസാനമാണ് ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അപ്പോൾ ഒരു കണക്കിന് ജപമാല ഒന്നും ചെല്ലാത്ത വീടല്ലേ. ആ വീട്ടുകാരെ കെട്ടിച്ച വീട്ടുകാരും അങ്ങനെ ഇതുപോലെയുള്ള ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ദൈവമായിട്ട് ഉള്ള ആൾക്കാരല്ല. അവൾ സാക്ഷ്യത്തെ പറഞ്ഞാണ്, ഞാൻ അവരെ കുറ്റം പറയുകയല്ല. അവളുടെ പഴയ സാക്ഷ്യങ്ങളിലുണ്ട്. എലിസബത്തിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. ഒരു കൊല്ലം മുമ്പൊരു സാക്ഷ്യം അവൾ പറഞ്ഞ് അവസാനിപ്പിക്കണ ഇതാണ്, ഞാൻ വീണ്ടും വരും അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയാനെന്നും പറഞ്ഞാണ്. അവരൊക്കെ അതിങ്ങനെ അഭിഷേകം കിട്ടിയ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണത്. അഭിഷേകം കിട്ടിയ ആൾക്കാർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവളുടെ ശരീരത്തിൽ തന്നെ ഇപ്പോൾ ഒമാനിലാണ് വർക്ക് ചെയ്യണത്. അവളുടെ കാലിൽ വല്ലാത്തൊരു തടിപ്പും ഒരു മുഴയും ഒക്കെയാണ്. തടിപ്പ്, അത് പിന്നെ കളറ് മാറി നമ്മൾ ക്യാൻസറിൻ്റെ ഒക്കെ രീതിയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പഴുപ്പണെ പുറത്ത് വന്നുമില്ല, വേദന മാറണമില്ല, കാലിൽ നിന്ന് പാട് മാറുന്നുമില്ല, അതെല്ലാം കല്ല് പോലെ കിടക്കി. അപ്പോൾ ഇവിടെ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ അവൾ തീരുമാനിച്ചതാണ്, മാതാവ് ഇത് സുഖപ്പെടുത്തും, പക്ഷേ അതിനു മുമ്പ് ഞാനിത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കണ്ടേ. ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ?
ഈ അനുഗ്രഹവും അഭിഷേകവും തമ്മിൽ അനുഭവ തലത്തിൽ ഭയങ്കര വേരിയേഷൻസാണ്. അഭിഷേകം കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു ഐഡിയ നേരത്തെ വരും. അങ്ങനെയാണ് ഉത്കണ്ഠ പോകണത്. വെറുതെ ഉത്കണ്ഠ പോകത്തില്ല, വെറുതെ നിരാശ പോകത്തില്ല. അത് ദൈവം നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആത്മാവ് നമുക്ക് നേരത്തെ ഒരു ഇൻറ്റിമേഷൻ തരും. അപ്പോൾ ഇൻറ്റിമേഷൻ അമ്മാതാവ് എടുത്തു മാറ്റാനും പോകുന്നു എന്ന് അവർക്ക് ഇൻറ്റിമേഷൻ കിട്ടി. അപ്പോൾ അത് ആദ്യം ചെയ്ത നടപടി എന്താണ്? അമ്മ എടുത്ത് മാറ്റിയെന്ന് എനിക്ക് നാട്ടുകാരോട് പറയണ്ടേ? അതിനുവേണ്ടി മൊബൈലിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കും. മൊബൈലിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് അമ്മേനെ കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറങ്ങും ആളിറങ്ങിയിട്ട് ട്രോളി ബാഗും പിടിച്ചിട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് ശുശ്രൂഷ അത് അങ്ങനെ ഷെഡ്യൂൾഡ് ശുശ്രൂഷ നടക്കുമല്ലോ. പക്ഷേ ഇങ്ങനെ ചിലർ പറയില്ല അച്ഛനെ കാണണം എന്നൊക്കെ പറയലേ. അച്ഛനെ കാണണം എന്നൊക്കെ പറയുന്നത് അഭിഷേക ലെവലിലുള്ള ആൾക്കാരല്ല, അനുഗ്രഹ ലെവലിലുള്ള ആൾക്കാരാണ്. അഭിഷേക ലെവലിലുള്ള ആൾക്കാർ അമ്മയെ കാണത്തുള്ളൂ. അവരതാണ് അത് വ്യത്യാസമുണ്ട് ശരിക്കും. അപ്പോഴേ അവർ വന്നിച്ചും പറഞ്ഞ് അമ്മേ കാല് കാണിച്ചിട്ട് പോയി, വേറെ പ്രശ്നമൊന്നുമില്ല, കാല് കാണിച്ചിട്ട് പോയി. ഒരു കൊല്ലത്തെ അനുഗ്രഹത്തിന് നന്ദിയും പറഞ്ഞ് കാല് കാണിച്ചിട്ട് പിന്നെ ട്രോളി ബാഗ് എടുത്ത് കാറെ കയറി ആൾ വീട്ടിൽ പോയി. മകളോട് പറഞ്ഞ് അമ്മയെ ഞാൻ കാല് കാണിച്ചിട്ടുണ്ട്, ഇനി ചികിത്സ വേണ്ടോയെന്ന് അമ്മയാണ് നിശ്ചയിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാല് നോക്കിയപ്പോൾ ഈ സംഭവമില്ല അവിടെ. അപ്പോൾ ഇതിനാണ് ഈ അഭിഷേകം. ഞാൻ അഭിഷേകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അഭിഷേകം എന്ന് വെച്ചാൽ ഇതൊരു ബന്ധമാണ്. ആദ്യം ഒരു പേഴ്സണൽ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ആന്തരികമായിട്ടുള്ള സാന്നിധ്യ സംവേദനങ്ങൾക്കാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. സാന്നിധ്യം മാത്രമല്ല, ഈ ആന്തരിക സാന്നിധ്യത്തിൽ നിന്ന് സംവേദിപ്പിച്ചുകൊണ്ടിരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംവേദിക്കണമെങ്കിൽ പേഴ്സണൽ റിലേഷൻസ് വേണം. ആ റിലേഷൻസ് എന്ന് പറയുന്നത് ഇവരുടെ റിലേഷൻ ലെവൽ ഭയങ്കര വേറെ ഒരു ലെവലാണ്. കാര്യം അവളെ തീയിൽ നിന്ന് കരിഞ്ഞ് ഇറങ്ങി വന്നിട്ട് അമ്മ ഒന്നേം തുടങ്ങി എല്ലാം റീസെറ്റ് ചെയ്തുകൊണ്ട് അമ്മ ആരാണെന്ന് അവൾക്ക് നല്ല ശരിക്കറിയാം. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ മകൾ അവളോട് ഒമാനിൽ വെച്ച് പറയും അമ്മ ഹോൾ ടിക്കറ്റ് കിട്ടിയെന്ന് പറയും. അപ്പം ഇവളുടെ പഠിത്തത്തിന് അത്രയ്ക്ക് മെച്ചമല്ല, ഇപ്പോഴേ ഇവളുടെ അമ്മ ഇവിടെ ഇല്ലല്ലോ താനും. അപ്പം മകളുടെ +1 എന്തോ ഹോൾ ടിക്കറ്റാണ്, 10ാം ക്ലാസ്സിൽ ഹോൾ ടിക്കറ്റാണ്. പക്ഷേ എടുത്ത ശ്വാസത്തിൽ ഇവൾ മകളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അത് എന്നെ കാണിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മയല്ലെന്ന് പറയും. അതാണ് ആ ഡയലോഗിൻ്റെ വെട്ടിമുറിച്ചുള്ള പോക്ക് കണ്ടില്ലേ. നീ അതെന്നെ കാണിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മയല്ല, നിന്നെ ഞാൻ ഏൽപ്പിച്ചു പോകുന്ന ഒരാളുണ്ട്, അയാളാണ് നിൻ്റെ അമ്മ, അവരെ കാണിക്കാൻ പറയും. ഇതാണ് റിലേഷൻസിൻ്റെ പോക്ക്. ഇതിനാണ് അഭിഷേക നിലവാരം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വ്യക്തിപരമായ അമ്മ ബന്ധത്തിന്റെ അഭിഷേക തലത്തിലേക്ക് ഞങ്ങളെ നീ സ്വകാര്യമായി ഉയർത്തണമേ. പാലിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മയുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാൻ നമ്മുടെ മക്കൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിത് ചുണ്ട് കൊണ്ടും പാടാൻ, ചങ്ക് കൊണ്ടും പാടാം. ദൈവത്തെ നീ സ്നേഹത്തോടെ അനുഭവിച്ച് കഴിയുമ്പോൾ നിൻ്റെ ചങ്കിങ്ങനെ പഠിക്കൊണ്ടും പോയി. അപ്പം നമ്മൾ തന്നെ അറിയാതെ പാടും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നലത്തെ കുരിശുകൾ ഇന്നത്തെ കൃപയായി മാറും. മനസ്സിലായില്ലേ? ഇന്നലത്തെ ബൈബിളെന്ന് പറയണത് ഒരിക്കലും എനിക്ക് ജീവിക്കാനും തോന്നണില്ല, മരിക്കാനും തോന്നാത്തൊരവസ്ഥയാണ്. കാര്യം ജീവിക്കാൻ തോന്നാത്തതെന്ന് കഴിഞ്ഞാൽ ഇതിൽ ജീവിക്കണ ദൈവത്തിൻ്റെ അടുത്ത് പോകുകയാണായിരിക്കും എപ്പോഴും അഭിഷിക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം. പക്ഷെ മരിക്കാൻ തോന്നാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം, മധുരമായ വചനം ഇനിയും അറിയാത്തവരെ അറിയിക്കുന്നതായിരിക്കും ഒരു അഭിഷിക്തൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രയ്ക്ക് സൂപ്പറാണ്. ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളോട്, ഈ അഭിഷേകം കിട്ടിയാൽ ഇന്നലത്തെ കുരിശുകൾ ഇന്നത്തെ കൃപയായി മാറുമെന്ന്. സത്യം പറഞ്ഞാൽ
ബൈബിള് മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ, കുരിശില്ല, കൃപ മാത്രമാണ്. ഒരു കുരിശിന് നിനക്ക് കൃപയായിട്ട് എപ്പോഴാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, അപ്പം നീ ക്രിസ്ത്യാനിയായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 45-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? എന്താണ് ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ സബ്ജക്റ്റ്. ഇപ്പം ആത്മാവല്ലേ ഈ വചനം തന്നത്. ആത്മാവ് എന്താ പറഞ്ഞത് കഴിഞ്ഞാൽ ഇന്നലത്തെ കുരിശാണ് ഇന്നത്തെ കൃപ. അത് ഞാൻ പറയണതാണ്. ഇന്നലത്തെ കുരിശാണ്. ഇന്നലെ എന്ത് സംഭവിച്ചോ അത് ഇന്നലെയും ഇന്നും ഒക്കെ നമുക്ക് ചിലപ്പോൾ ദുഃഖകരമായ കാര്യമാകാം. പക്ഷേ ഒരു സ്വർഗാനുഭവത്തിൻ്റെ നമ്മൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ പറയണത്, അവിടുന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുക്കും. എപ്പോഴാണ് കണ്ണുനീര് ഒപ്പിയെടുക്കപ്പെടുന്നത്? കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മൾക്കത് അനുഭവമാതി തീരുമ്പോഴാണ് നമ്മുടെ കണ്ണുനീര് ഒപ്പിയെടുക്കുന്നത്. അപ്പം കൃപയുടെ അനുഭവവും സ്വർഗാനുഭവവും ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 45-5 വായിച്ചോളൂ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. ആര് പറയണതാണിത്? ജോസഫ് അല്ലേ? പഴയ നിയമത്തിലെ ജോസഫ് പറയണ. ആരോട് പറയണതാണ്? സഹോദരന്മാരോട് പറയണതാണ്. എന്താ സംഭവിച്ചത്? അങ്ങേരെ കുഞ്ഞുനാളിൽ അവർ വിറ്റ് കളഞ്ഞു അല്ലേ? കുഞ്ഞുനാളിൽ സംഭവിച്ച ഒരു കാര്യമാണ് അത്. ഇപ്പോൾ സങ്കടമായിട്ട് ആണ് ഇപ്പോൾ അവർക്ക് ചേട്ടന്മാർക്ക് തോന്നണത്. അപ്പോൾ ജോസഫിനെ കർത്താവ് കൊടുത്തൊരു അഭിഷേകം എന്താ പറയണത്? എന്നെ ഇവിടെ വിറ്റതിനെ ഓർത്ത്, പറഞ്ഞോളൂ, എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. അപ്പോൾ ഇന്നലെ സംഭവിച്ച ഒരു സങ്കടത്തെ ഓർത്ത് നിങ്ങൾ വിഷാദിക്കരുത്. അത് ജോസഫിനോട് മാത്രം പറയണതല്ല, ഏകദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാവരോടും പറയണതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ച ഒരു വിഷയത്തെ ഓർത്ത് ഇന്ന് വിഷാദിക്കരുതെന്ന്. എന്താ കാര്യം? ആ കുരിശുകൾക്കെല്ലാം കൺവേർഷൻ സംഭവിക്കാൻ കൃപയിലേക്ക് കുരിശിനെ സംബന്ധിച്ചിടത്തോളം ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസേ ഉള്ളൂ. എന്താണത്? കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. കുരിശ് കൃപയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ശാപമായിട്ട് മാറും. വിശ്വാസത്തിൻ്റെ ഒരു വില അതാണ്. വിശ്വാസം ഈ കുരിശിലേക്ക്, ആ കുരിശ് തൂങ്ങി പാവത്തിന് പരിഹാരം ചെയ്ത് മരിച്ചവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോഴേ ആണ് ഈ കുരിശ് കൺവേർട്ട് ചെയ്ത് ശാപമാകാതെ അത് കൃപയായി മാറണത്. അതാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്ലേശങ്ങൾക്ക് സംഭവിക്കുന്ന രൂപാന്തരീകരണങ്ങൾ. സ്തുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് കുടല് പിരിഞ്ഞു പോണതുപോലെയും ചില ഞരമ്പുകൾ ആന്തരിക അവയവങ്ങളിലെ നിർജീവമായിട്ട് അതിൻ്റെ പ്രവർത്തനരഹിതമായിട്ട് ചുരുണ്ട് കിടക്കുന്ന സന്ദേശമുണ്ട്. ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവ് ഈ നിമിഷം അവരെ സുഖപ്പെടുത്തും. ശ്രുതികട്ടെ. ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോഴേക്കും കർത്താവ് കുടലുകൾ ചുരുണ്ട് പോയിട്ടുള്ള വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നവരായാലും ഓൺലൈനായാലും കർത്താവിൻ്റെ ആണിപ്പെടുതാണ് വലതു കരത്താൽ സ്പർശിക്കണമേ. ഞരമ്പുകൾ കുരുങ്ങിപ്പോയവരെ കെട്ടുവെച്ചവരെ, ഞരമ്പുകൾ ഞങ്ങിപ്പോയവരെ, അമർന്നു പോയവരെ, ജാമായി പോയവരെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. 45:5 എന്നെ ഇവിടെ വിറ്റതോർത്ത്, വീണ്ടും പ്രാർത്ഥിക്കുക, എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. എന്താണ് കഴിഞ്ഞകാല ക്ലേശങ്ങളെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ വേർഷൻ എന്താണ്? കർത്താവിൻ്റെ വചനം എന്താ പറയണത്?
കഴിഞ്ഞ കാലത്ത് എന്ത് സംഭവിച്ചു? ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട്, ഇല്ലേ? ചിലപ്പോൾ പരീക്ഷയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, ആ ഗൈഡിൻ്റെയോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെയോ പ്രത്യേക താല്പര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പഠനപരാജയം ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പരാജയം ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഇതിന് എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ ഇകഴ്ത്തലുകളും സുവിശേഷ വിഹിതമായി സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സുവിശേഷ വിഹിതം എന്ന് പറയുമ്പോഴെന്താ? സുവിശേഷ വിഹിതമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. നമ്മോട് ചേർത്ത് വെച്ചല്ല, എന്നോട് അങ്ങനെ ചെയ്തതെന്നല്ലേ പറയണത്. അനിയത്തിനെ പഠിപ്പിച്ചു, ചേട്ടത്തിനെ പഠിപ്പിച്ചു, എന്നെ പഠിപ്പിച്ചില്ലേ? അപ്പോൾ എന്നോട് ചേർത്ത് വെച്ചാണ് അവർ റെഫർ ചെയ്യണത്, ഇല്ലേ? അപ്പൻ എല്ലാവരുടെയും വീട്ടിൽ പോയി, അമ്മ അവരുടെ പ്രസവത്തിന് കാനഡയിൽ പോയി. ഞാൻ നാട്ടിൽ പ്രസവിച്ച് എന്നെ കാണാൻ വന്നില്ല. അപ്പം അമ്മ വരാഞ്ഞതല്ല, അവരെ കിടപ്പായിരുന്നു ആ സമയത്തെ. അവർക്ക് അങ്ങനെ വരുന്ന ശുശ്രൂഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലായിരുന്നു. ആരോഗ്യമുള്ള കാലത്താണ് ചേട്ടത്തി പ്രസവിച്ചത്. അനിയത്തിൻ്റെ പ്രസവ കാലമായപ്പോൾ അമ്മ ഭാഗത്തായി. പക്ഷേ അതൊക്കെ ഇവർക്ക് അറിയാം. എന്നാലും അത് വെച്ചുകൊണ്ട് ഒരു വിലപേശലാണ്. അമ്മയല്ലേ, ദാറ്റ് മീൻസ് ഇത് എന്നോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം മറ്റുള്ളവരെ നിങ്ങൾ പഴിക്കുമ്പോഴും അവരങ്ങനെ ചെയ്തു എന്നോട് എന്ന് പറയുമ്പോഴും ബേസിക്കായിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്, ആ സങ്കടങ്ങളെ നിങ്ങളോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ സുവിശേഷ വിഹിതമായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് കുരിശ് കൃപയാക്കാൻ വേണ്ടിയുള്ള ഫോർമുലയാണ്. അപ്പോൾ നമ്മോട് ചേർക്കാൻ പറ്റത്തില്ല. പിന്നെ ആരോട് ചേർക്കണം? ക്രിസ്തുവിനോട് ചേർക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറയണത്. എന്താ പറയണത്? ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ പോരായ്മ എന്ത് സംഭവിച്ചു? ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു. അപ്പോഴേ ക്രിസ്തുവിനോടാണ് ചേർക്കണത്. എൻ്റെ ശരീരത്തിൽ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല, ക്രിസ്തുവാണെന്ന് ജീവിക്കണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ആ ക്രിസ്തുവിനോടാണ് ചേർത്ത് വെക്കണത്. മാനുഷികമായ പൗലോസിനോടല്ല ചേർത്ത് വെച്ചിരിക്കണത്. അതായത് എല്ലാം ക്രിസ്തുവിനോട് ചേർക്കപ്പെടേണ്ടതാണ്. നിൻ്റെ പരാജയം, നിൻ്റെ തോൽവി, മറ്റുള്ളവർ നിന്നോട് കാണിച്ച പാരവെപ്പും സൂചിവെപ്പും, നിന്നെ പാർശ്വവൽക്കരിച്ചതെല്ലാം, നിൻ്റെ എല്ലാ സ്ക്രാപ്പായിട്ടുള്ള എല്ലാ ഐറ്റംസും നീ ചേർക്കപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേര് ക്രിസ്തുവെന്നാണ്. അവൻ മരണം കൊണ്ട് അവസാനിപ്പിക്കാത്ത കൊണ്ടാണ് അവനെ ക്രിസ്തുവെന്ന് വിളിക്കേണ്ടത്. അവൻ്റെ പേരെന്ന് പറയുന്നത് കർത്താവാണ്. ക്രിസ്തു കർത്താവാകണത് എപ്പോഴാണ്? അഭിഷിക്തൻ കർത്താവായി ഈശോ മിശിഹായാകണത് എപ്പോഴാണ്? അവൻ മരണത്തിന് പരിഹാരം ചെയ്തിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് അവൻ കർത്താവായിട്ട് മാറേണ്ടത്. കൈയിട്ടിച്ച് കർത്താവിനോട് ദിവ്യകാരുണ്യത്തിന് ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. അത് ഭയങ്കരമായൊരു വചനമാണ്. 45:5 ഉൽപ്പത്തി പുസ്തകം. എന്താണ്? ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്, ദൈവമാണ് എന്നെ. അപ്പം നിങ്ങളല്ല, നിങ്ങൾ ഉപകരണമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ദൈവം ഉണ്ടായിരുന്നെന്നാണ് പറയണത്. എല്ലാ തോൽവിയുടെയും പരാജയത്തിൻ്റെയൊക്കെ പിന്നിൽ ഒരു വിശ്വാസിക്ക് ദൈവത്തെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നീ ഒരു മനുഷ്യനെയാണ് കാണുന്നുണ്ടെങ്കിൽ നീ ഒരു വിശ്വാസിയെ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാ പരാജയങ്ങളുടെ പിന്നിൽ ഇപ്പം നിനക്ക് കാനഡയിൽ പോകാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചോ? പറ്റിയില്ല. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. വസ്തു വിൽക്കാൻ അപ്പം സംഭവിച്ചില്ല, അതിന് ചേടത്തെ സംഭവിച്ചില്ല. ഞങ്ങളുടെ ഓഹരി തന്നിട്ട് വിറ്റാൽ മതി, വിൽക്കുക തുലക്കുക എന്തുവേണം ചെയ്തോ, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് തരാനുള്ള തന്നേക്കാൻ പറയാം. ബെൻഡിങ് ഇടുമ്പോൾ അപ്പൻ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മോന്തം കയറ്റി അപ്പൻ്റെ അടുത്ത് പറയും, ഇത് അവർ പറഞ്ഞ് കേട്ടില്ലേ, എനിക്ക് അന്ന് സഹായിച്ചെങ്കിൽ ഞാൻ ഇന്ന് എവിടെ ഇരുന്നേ? എവിടെ ഇരിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല.
നിങ്ങൾ എവിടെ ഇരുന്നാലും ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കൈ ഇടിച്ച് കർത്താവിനെ വലിയ ദൈവസ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. കാരണത്തിന് ഭൂതകാലങ്ങൾ സംഭവിച്ചിട്ടുള്ള കുരിശിനെ വർത്തമാനകാലത്തെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ക്രിസ്തു. ക്രിസ്തു എല്ലാ ഭൂതകാല കുരിശിനെയും പരാജയങ്ങളെയും വർത്തമാനകാലത്ത് വിജയമായി കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് കൊളോസ്യസ് 1:24 വായിച്ച് സ്തുതിക്കട്ടെ 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 ഹല്ലേലൂയ. കൊളോസ്യൻസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അപ്പോഴേ ഇതുപോലെ സഭയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ അനുഭവിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് അത് പത്രോസ് അങ്ങനെ പറയത്തില്ല, പൗലോസ് അത് പറയും. കാര്യം പൗലോസിനോട് അത് പറഞ്ഞുകൊണ്ടാണ് അവനെ തള്ളി താഴെയിട്ടത്. എന്താണ്? നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത്? 9-ാം അധ്യായം ആക്സില്ലേ, അതവിടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ എന്താ ചോദിച്ചത്? നീ എന്നെ പീഡിപ്പിക്കുന്ന എന്ത്? നിന്നെ ഞാൻ പീഡിപ്പിച്ചില്ലല്ലോ. വിശ്വാസികളെയല്ലേ പീഡിപ്പിച്ചതെന്ന് പൗലോസിന് പറയാം. പക്ഷേ ഈശോയ്ക്ക് വിശ്വാസികളൊന്നും മനസ്സാവില്ല, സഭ മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവവേദന സഭ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ദൈവവേദന നിനക്ക് സഭയ്ക്ക് നൽകാനുള്ളത് എന്താണ്? പ്രാർത്ഥന മാത്രമല്ല, നിൻ്റെ ഇതുപോലെയുള്ള സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കുമ്പോഴേ സഭയ്ക്കായി കാഴ്ചവെക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവമേ, ഞാൻ ഭൂതകാലങ്ങൾ അനുഭവിച്ച സഹനങ്ങളെ ക്രിസ്തുവിനോടുകൂടി ചേർത്ത് വെക്കുമ്പോഴേ അതിന്റെ കൃപ സഭയിൽ നിറയാൻ സഭയ്ക്കായി കാഴ്ചവെക്കുന്നു. സഭയുടെ അഭിഷേകത്തിനായി കാഴ്ചവെക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ചുളുങ്ങിയ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ചുളുങ്ങിയ സ്ഥലങ്ങൾ ചിലപ്പോൾ ബ്രെയിനാകാം, ചിലപ്പോൾ ശ്വാസകോശമാകാൻ ചുരുങ്ങിയത്, ചിലപ്പോൾ കിഡ്നി ആകാം. ഡോക്ടർ നിന്നോട് എന്നാ പറഞ്ഞിരിക്കുന്നത് ദൈവവേദനയിലെ? ഇപ്പോൾ ഓർക്കുക, കർത്താവ് നിന്നെ സുഖപ്പെടുത്താൻ പോകുന്നു. ചുളുങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളവരെ അവിടെ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി സ്തുതിക്കാം, ആർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. കർത്താവേ, ഇപ്പോഴേ ചുളുങ്ങിയ ഭാഗങ്ങൾ, കുടലിൻ്റെ ചുളുങ്ങിയ ഭാഗങ്ങൾ, കരളിൻ്റെ ചുളുങ്ങിയ ഭാഗങ്ങൾ, ശ്വാസകോശങ്ങളുടെ ചുളുങ്ങിയ ഭാഗങ്ങൾ, ഗർഭാശയത്തിൻ്റെ ഒതുങ്ങി ചുളുങ്ങിയ ഭാഗങ്ങൾ, കർത്താവേ, അണ്ടവാഹിനികളും അണ്ടാശയങ്ങളുടെയും ചുളുങ്ങിയ ഭാഗങ്ങൾ, എവിടെയെല്ലാം ഞരമ്പുകൾ ചുളുങ്ങിയിട്ടുണ്ട്, എവിടെയെല്ലാം ഞരമ്പുകൾ തേഞ്ഞു പോയിട്ടുണ്ടോ, എവിടെയെല്ലാം ഞരമ്പുകൾ ജാമായിട്ടുണ്ട്, എവിടെയെല്ലാം കോശങ്ങൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവ മഹത്വത്തിനായി യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപാടുകൾ എങ്ങോട്ടാ പോകണമെന്ന് ചോദിക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നിന്നെക്കുള്ള കൃപ ഇന്നലെ കുരിശായി തന്നിട്ടുണ്ട്, അത് നിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറയണേ. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് കൺവേർട്ടിങ് ഇറ്റ്. നിനക്കുള്ള കൃപ ഇന്നലെ കുരിശായി തന്നിട്ടുണ്ട്, അത് നിൻ്റെ കൂടെയുണ്ടെന്നാണ്. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് കൺവേർട്ടിങ് ഇറ്റ്. ഇന്നലെയുള്ള സങ്കടങ്ങളെയും ഇന്നലെ ഉണ്ടായ രോഗങ്ങളെയും ഇന്നലെ ഉണ്ടായ നിരാശകളെയും
ഇന്നലെ ഉണ്ടായ പരാജയങ്ങളെയും പ്രാർത്ഥിക്കുക. ഇന്നലെ ഉണ്ടായ കുരിശുകളെ, ഇന്നലെ ഉണ്ടായ സങ്കടങ്ങളെ, ഇന്നലെ ഉണ്ടായ അപമാനങ്ങളെ, ഇന്നലെ ഉണ്ടായ പരാജയങ്ങളെ എൻ്റെ രക്ഷക, എൻ്റെ കർത്താവേ, എൻ്റെയും നിന്റെയും അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാധ്യസ്ഥതയിലെ എന്റെ കുരിശിനോട് ചേർത്ത് വെക്കുന്ന അപ്പോസ്തലികമായ ഈ നടപടിക്രമങ്ങളിലൂടെ എന്നെ കൃപയാൽ നിറക്കണമേ, എന്നെ കൃപയാൽ നിറക്കണമേ, എന്നെ കൃപയാൽ ഈ നിമിഷം നിറക്കണമേ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. കുരിശാണ് വർത്തമാനകാലത്തെ കൃപ എന്നാണ് ഇപ്പോഴേ സുവിശേഷിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഭൂതകാലത്തെ കുരിശിനെക്കുറിച്ച് ഇതിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ദൈവത്തിൻ്റെ പിൻസ്വരമായിട്ട് സ്വീകരിക്കണം. ഭൂതകാലത്തിലെ കുരിശ് ദൈവത്തിൻ്റെ പിൻസ്വരമായിട്ടൊരു വ്യക്തി സ്വീകരിക്കപ്പെടണം. ഇപ്പം പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ദൈവത്തിൻ്റെ സ്വരമാണല്ലോ അല്ലേ? ഐസയ 30:21. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, ഒന്ന് ഏറ്റു പറഞ്ഞേ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. പിന്നിലെ സ്വരമാണ് ദൈവത്തിൻ്റെ സ്വരം. അത് ഭൂതകാലത്ത് സംഭവിച്ചിട്ടുള്ള കുരിശുകളും ക്ലേശങ്ങളിലൂടെയാണ് നമ്മൾ പിന്നിലെ സ്വരങ്ങൾ കേൾക്കുന്നത്. അതാണ് ആ പിന്നിലെ സ്വരം കേട്ട ആളാണ് ജോസഫ് അല്ലേ? ജോസഫ് എന്താ പറയണത്? നിങ്ങൾ കരയണ്ട, എന്നെ കിണറ്റിൽ തള്ളിയിട്ടെന്നു അറബികൾക്ക് വിറ്റെന്ന് ഓർത്തുണ്ട്, കരയണ്ട. എന്താണ്? ജീവൻ നിലനിർത്താൻ വേണ്ടി എന്ന് പറഞ്ഞ്, ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങളിലൂടെ കിണറ്റിൽ തള്ളിയിട്ടത്. ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവം നിങ്ങളിലൂടെ എന്നെ അറബികൾക്ക് വിറ്റതാണ്. അപ്പൊ ആരാണ് ചെയ്തിരിക്കണത്? എല്ലാം ദൈവമാണ് ചെയ്തത്. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്നലെ ഇനി അനുഗ്രഹിച്ചിട്ടില്ലെന്ന് തന്നെ വിചാരിച്ചോ? നിന്നെ എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുന്നവർ പറയും, ഓ അവരൊക്കെ ദൈവം അനുഗ്രഹിച്ചു, എന്നെ മാത്രം തിരിഞ്ഞു നോക്കണില്ല. സാക്ഷ്യം കേൾക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് സന്തോഷം, കുറേ ആൾക്കാർക്ക് ദുഃഖമാണേ. ആർക്കാണ് അറിയാൻ പറ്റാത്ത ഇത് അല്ലേ? ദൈവം നീ അറിയണം, ഇന്നലെ അനുഗ്രഹിക്കണതും ഇന്ന് അനുഗ്രഹിക്കണതും ദൈവത്തിന് ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? ഇന്നലെ അനുഗ്രഹിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നലെ അനുഗ്രഹിക്കാത്ത കാലങ്ങളെ ഓർത്ത് നീ വിഷമിക്കണത് നീ മനുഷ്യനായതുകൊണ്ടാണ്. ദൈവം വിഷമിക്കാത്തത് ദൈവം കാലത്തിന് എവർ പ്രസൻറ്റിൽ ജീവിക്കുന്ന കൊണ്ടാണ്. ഒരുത്തൻ വെളുപ്പാങ്കാലത്തെ ജോലിക്ക് വിളിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് കണക്ക് തീർക്കുമ്പോഴേ കർത്താവ് ഒരുപോലെ തീർക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ എടുക്കണം നമ്മൾ. 20 മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അല്ലേ? ശ്രുതികടെ 16-ാമത്തെ വാക്യം. മത്തായി 20:16. പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ മുമ്പന്മാർ പിമ്പന്മാരും മുൻപന്മാർ പിൻപന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. 15-ഉം 14-ഉം വായിച്ചേ. 15-14 മത്തായി ശ്രീഹായുടെ സുവിശേഷം 20:15-14 വായിച്ചേ. 20:14. നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പൊയ്ക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. അതാണ് സംഭവം. ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു അനുഗ്രഹിക്കപ്പെടാത്ത ഒരു ഭൂതകാലമാണ് നിനക്കുണ്ടെങ്കിൽ
അത് കർത്താവിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. അനുഗ്രഹിക്കപ്പെടാത്തൊരു ഭൂതകാലമാണ് നിനക്കുണ്ടെന്ന് വിചാരിച്ചോ. ഓരോരുത്തരും ഓരോ അനുഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ ഇടിവെട്ട് നമുക്ക് അവർക്ക് അനുഗ്രഹം ഉണ്ടാകും. ഇപ്പം നമ്മളവർക്ക് ദൈവമേ, ഞാനും കുറേ നാളായിട്ട് ഇങ്ങനെ വിശ്വാസിയായിട്ട് ജീവിച്ചു പോവുകയാണല്ല, എന്താണ് ഈ കർത്താവ് എന്നോട് ഒരു കരുണ കാണിക്കാത്തത്? അപ്പോൾ സ്വാഭാവിക മനുഷ്യ തോന്നുന്ന ചോദ്യമാണ്. അതിനെല്ലാം ഈശോ ഉത്തരം പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ മാത്രം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ മാത്രം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ തവളയെപ്പോലെ വീർത്ത് അഹങ്കാരം കൊണ്ട് പറയണമല്ല. എൻ്റെ മനസ്സിൽ കർത്താവ് തോന്നിയിട്ടുള്ള ചില ചോദ്യങ്ങളൊന്നാണ്, തോന്നിച്ചിട്ടുള്ള ഉപദേശങ്ങളൊന്നാണ്, നോ കംപ്ലയിൻറ്റ് പ്ലീസ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നോ കംപ്ലയിൻറ്റ് പ്ലീസ്. ഞാനത് സ്വന്തം എന്നുവെച്ചാൽ പരാതി പറയേണ്ടെന്ന്. ഇന്നലെ കിട്ടാവുന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് യുദ്ധത്തിന് പോകരുത്, പരാതി പോകരുത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ കാര്യം? നമ്മൾ ഫോളോ ചെയ്യുന്ന സ്പിരിച്വാലിറ്റി മെരിയൻ സ്പിരിച്വാലിറ്റിയാണ്. ഉടമ്പടിക്കൊരു ഒരു സ്പിരിച്വാലിറ്റി ഇല്ലേ? നമ്മളത് മരിയൻ ഉടമ്പടിയാണ്. അമ്മയാണ് ഇതിൻ്റെ അതിൻ്റെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്. അവരെയാണ് ഇതിൻ്റെ മാതൃക. അവരുടെ മാതൃക മാത്രമേ ഇതിൻ്റെ അകത്ത് ആപ്ലിക്കബിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സ്വന്തം മാതൃക ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻ കേസ് എപ്പോഴെങ്കിലും ഫലത്തിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ നടന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് മരിയ സ്പിരിച്വാലിറ്റിയാണ് ഉപയോഗിക്കേണ്ടത്. അമ്മ എന്താ പറയണത്? പരാതിയില്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താ കാര്യം എന്നറിയാവോ? അതെന്തുകൊണ്ടാണ് പരാതിയില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം, ദൈവത്തിന് ഏത് സമയത്ത് വേണമെങ്കിലും, ഇപ്പം 3:34 ഒരു വചനമില്ലേ? 3:34 യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ സ്തുതി. 3:34 ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതായത് യോഹന്നാൻ 3:34 എന്താ പറഞ്ഞത്? ഒന്നേറ്റ് പറഞ്ഞേ, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ഇത് ഈ ദിവസങ്ങളിൽ ഞാൻ ഈശോയുമായിട്ടിരുന്ന കുറച്ച് ദിവസത്തെ സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഈശോ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയാവോ? അളന്നല്ല ആത്മാവിനെ കൊടുക്കണമെന്ന് പറയുമ്പോഴേ ആത്മാവിനെ അളന്നല്ല കൊടുക്കുന്നതെന്നാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, നിന്നെ അളന്നല്ല തരണമെന്ന്. മനസ്സിലായില്ലേ? ദൈവം നിൻ്റെ ജീവിതം, നിൻ്റെ കഴിഞ്ഞ കാലത്തെ കയ്യിരിപ്പ്, നിൻ്റെ തോന്നിവാസവും ഒക്കെ അളന്നിട്ട് ഗുണിച്ചും കുറച്ചും കൂട്ടിയും ബാക്കിയുള്ളത് ഇങ്ങോട്ട് ബാലൻസ് തരികയല്ല. ദൈവം തരുമ്പോൾ നിൻ്റെ ഭൂതകാലത്ത് നീ ആരായിരുന്നെന്നറിയാതെ അവിടുന്ന് അമർത്തി കുരുക്കി നിറച്ചളന്നവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും. 6:36 ലൂക്കാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സുവിശേഷം എന്താണ് ഈശോ എന്ന് പറയുന്നത്? ഭൂതകാലങ്ങളിൽ ഉണ്ടായിരുന്ന കുരിശാണ് വർത്തമാനകാലത്തിലെ കൃപ. പക്ഷേ ഇത് നമ്മൾ സമീപിക്കുന്ന രീതി അനുസരിച്ചാണ് നമുക്കതിൻ്റെ വരുമാനം കിട്ടുന്നത്. നമ്മളെങ്ങനെ സമീപിക്കുന്നു? എൻ്റെ മക്കളെ, നമുക്കറിയാലോ, ഉടമ്പടി എന്ന് പറയുമ്പോഴേ മറ്റ് പ്രാർത്ഥനാ രീതികളും ഉടമ്പടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഉടമ്പടി ഒരു ജീവിത ക്രമമാണ്, ആന്തരികമായ ഒരു ഈടിട്ടൊരു നിലപാടാണ്. ആധ്യാത്മികത ഇത്രയും അകലം ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. അതുകൊണ്ടല്ലേ സിൽവർ ഗ്രേയൊക്കെ വരണത്. ഇപ്പം നിങ്ങളുടെ പലരുടെ കൈ ഇരിക്കുന്നത് ഉടമ്പടി ഗ്രീൻ പേപ്പറാണ്, 1 ഇയർ. ഇനി സെക്കൻഡ് ഉണ്ട് ഉടമ്പടി ബ്ലൂ ഉണ്ട്, പിന്നെ തേർഡ് ഉണ്ട് ഉടമ്പടി വൈറ്റ് ഉണ്ട്, ഫോർത്ത് ഉണ്ട് ഉടമ്പടി സിൽവർ ഗ്രേ. അതുപോലെ അതിനകത്ത് പകുതിയോളം ആൾക്കാർ ഉടമ്പടി ഒരു ജീവിതക്രമം പോലെ ഇങ്ങനെ ആചരിച്ച് അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇതാണ് ജീവിതം. കാര്യം അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട്. ഇപ്പോൾ ഷൈനി ഇടുക്കിയിൽ വന്ന് ഷൈനിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഷൈനി ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടിയെക്കുറിച്ച് നല്ല ആഴമായ അപാരമായ ബോധ്യങ്ങൾ ഷൈനിക്കുണ്ട്.
പക്ഷെ എനിക്ക് വയസ്സ് 46 ഉണ്ടെന്ന് തോന്നുന്ന, 41, 42 വയസ്സുണ്ട്. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സീനിയർ കെയറിന് പോകണം. UK സീനിയർ കെയർ വിസ വേണം. അതാണ് സംഭവം. അവർ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടകാലമല്ലേ. ഈ കോവിഡിൻ്റെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ കടങ്ങൾ വന്ന്, അപ്പോൾ ഇനി നമുക്ക് പല ആൾക്കാരും പുതിയ മെച്ച സ്ഥലങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞാനെന്താ അവരുടെ കൂടെ നിൽക്കണത്? ഈ കാലം അവരുടെ കൂടെ നിൽക്കേണ്ട കാലമാണ്. അതിനുവേണ്ടി നമുക്ക് ഉടമ്പടി ദൈവം തന്നിരിക്കണം. ഈ കാലം വളരെ മോശമാണ്. ഇപ്പം തന്നെ ജോസഫ് എന്താ പറയണത്? ജീവൻ നിലനിർത്താൻ വേണ്ടി കർത്താവാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അപ്പം കർത്താവാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? കാനഡയിലേക്കായാലും ഇംഗ്ലണ്ടിലേക്കായാലും ജീവൻ നിലനിർത്താൻ വേണ്ടി പട്ടിണിക്കാലത്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവം ഇപ്പം തുടങ്ങിയ റിക്രൂട്ടിംഗ് പരിപാടിയല്ല. ദൈവം തൻ്റെ ജനത്തെ കണ്ട കാലം മുതൽ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ജീവൻ നിലനിർത്താൻ വേണ്ടി ഓരോ സ്ഥലത്തൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു നടപടിയാണ്. കർത്താവാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ എമിഗ്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? കർത്താവാണ്. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷി അടിപൊളി ഉണ്ടായിരുന്നു. അതായത് അവൾക്ക് പ്രോസസ്സിങ്ങിനല്ല ഭയങ്കര പ്രശ്നമുണ്ടായി. പ്രോസസ്സിങ്ങിന് പ്രശ്നം ഉണ്ടായ സമയത്ത് ഉടനെ പുള്ളിക്കാരത്തി ഇവിടെ വന്നിട്ടൊരു പ്രഖ്യാപനം. എന്താ പ്രഖ്യാപനം? അമ്മയുടെ മുഖത്ത് നോക്കിയൊരു പ്രഖ്യാപനം. നല്ല രസകരമായ സാക്ഷ്യമാണ് അത്. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ സാക്ഷ്യം. എന്താ പറയണത്? എൻ്റെ എമിഗ്രേഷൻ ഓഫീസർ അമ്മയാണ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ലെന്ന്. അതാണ് രസം. ആൾക്കാരുടെയൊക്കെ ഓരോ നിലപാടെന്ന് പറയുന്നത്. എൻ്റെ എമിഗ്രേഷൻ ഓഫീസർ, എനിക്ക് വേറെ ആരുടെടുത്തും ചെന്ന് ഞാൻ പറഞ്ഞ കാര്യമില്ല. എൻ്റെ എമിഗ്രേഷൻ ഓഫീസർ അമ്മയാണ്, ഞാനിത് അമ്മയെ ഏൽപ്പിക്കുന്നു. എൻ്റെ അമ്മ പിന്നെ ഗ്രീൻ ചാനലിലൂടെ ഈ ഇടിവെട്ട് പോലീസാണ് പോണത്. കാര്യം അതായത് നമ്മൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ദൈവത്തോടുള്ള ഒരു കടപ്പാടും അടുപ്പും ഒക്കെ ഉണ്ടാകണം. വെറുതെ ചുമ്മാ പറയണമല്ല. അവരെ കർത്താവിന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചതാണ്. ഇപ്പോൾ ഷൈനി എന്താ പറയണത്? ഷൈനി പറഞ്ഞത് എനിക്ക് 42 വയസ്സുണ്ട്. എൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇപ്പോൾ 10-300 കപ്പയുടെ ചുവടും ഒരു 10-50 റബ്ബറൊക്കെയാണ്. കുഞ്ഞ് ജീവിതമായിട്ട് അങ്ങ് ജീവിച്ച് പോവുകയാണ്. അപ്പം ഞാൻ 5 പൈസ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല ആർക്കും. ചോദിക്കണവന്മാരെല്ലാവരും പറയണത് 8 ലക്ഷം വേണം, 12 ലക്ഷം വേണം. ചില ഏജൻസി ചിലപ്പോൾ പറയും 14 ലക്ഷം വേണമെന്ന് പറയും. പക്ഷെ അതിന് പറയും ഞാൻ ഒറ്റ പൈസ തരത്തില്ലെന്ന് പറയും. ആരുടെ പറയണത്? അവരോടാ പറയണത്. എന്താ കാര്യം? ഞാൻ ഇത് പോണത് അമ്മയുടെ ആശീർവാദം. അതാണ് ഉടമ്പടി ജീവിതം എന്ന് പറയണത്. ഉടമ്പടി ഒരു ജീവിതമാണല്ലോ ശരിക്കും. കാര്യം എൻ്റെ കാശില്ല, പക്ഷെ എൻ്റെ അമ്മ വിടുമെന്ന് എന്നോട് മനസ്സിനോട് പറയുന്നുണ്ട്. എൻ്റെ അമ്മ എന്നെ വിടുമെന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. വേറെ രസമുള്ളത്, എനിക്ക് ഇംഗ്ലീഷൊക്കെ ഒന്നും അധികം അറിയാൻ പാടില്ല. ഇൻ്റർവ്യൂവിനൊക്കെ വരുന്നാൽ എന്ത് പറയും? സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇമെയിൽ സെൻഡ് പോലും അറിയാൻ പാടില്ല. ആ ഷൈനിയുടെ സാക്ഷി നിങ്ങൾ കേൾക്കണം. അതായത് അവരൊരു വീട്ടമ്മയല്ലേ. 42 വയസ്സായെന്ന് പറയുമ്പോൾ എങ്ങനെയായാലും അവർക്കൊരു 10ാം ക്ലാസ് അങ്ങനെ അല്ല അതല്ല, അവർ നേഴ്സാണ്. അതല്ല, ഇത്രയും നാൾ ഗ്യാപ്പ് വന്നില്ലേ. അവരുടെ മക്കളുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു നിലപാട്, ഈ കാർക്കശ്യമായ നിലപാട്, ഞാൻ ഒറ്റ പൈസ തരത്തിലെന്ന് പറഞ്ഞാൽ എന്താ കരുത്? അവിടെ പൈസ ഇല്ല കൊടുക്കാൻ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അവർ ഈ ദാർഢ്യമായിട്ട് പറയണത് എന്താണ്? അമ്മയെ കണ്ടുകൊണ്ടാണ് പറയണത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നാണ്. അതാണ് എൻ്റെ അടിയൊഴുക്ക്. അതാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്താണ്? 5 പൈസ ഇല്ലാതെ എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയിക്കൊള്ളൂ. അപ്പോൾ അവർ തിരക്കി എല്ലായിടത്തും. അപ്പോൾ 8 ലക്ഷം പറഞ്ഞു തൊട്ട് 14 ലക്ഷം വരെ പറഞ്ഞു പോകാൻ വേണ്ടി. പക്ഷേ ഇവരെന്താ ചെയ്യുക? അപ്പോൾ ഇവരെന്നിട്ട് എന്താ പറയുക, എനിക്കൊരു ഇമെയിൽ പോലും സെൻഡ് ചെയ്യാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഇമെയിൽ പോലും സെൻഡ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളാണ് ഇംഗ്ലണ്ടിൽ ചെല്ലാൻ പോണത്. അതാണ് വിഷയം. പക്ഷെ അതല്ല, ഇംഗ്ലണ്ടിൽ ചെല്ലാനുള്ളൊരു മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്ത് തന്നെ കണ്ടില്ലേ. നമുക്ക് ചിലപ്പോൾ ചിലർ അടുത്ത പഞ്ചായത്തിൽ പോകാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവരോട് കൂട്ടിച്ചേർക്കപ്പെടുന്നത് വലിയൊരു സ്വപ്നവും ഇച്ഛാശക്തിയും കൂടിയാണ്. ഇതൊക്കെ എങ്ങനെ വരണമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. എന്നിട്ട് അവസാനം ഒരു ബ്രിട്ടീഷ് കമ്പനി ഇവരോട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവർക്കറിയാവുന്ന പോലെയൊക്കെ അവർ പറയുന്നുണ്ട് അവരോട്. പക്ഷേ ഓഫർ ലെറ്റർ മാത്രം വരുന്നില്ല.
അപ്പോൾ ഓഫർ ലെറ്റർ വരാതിരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഈ ഇംഗ്ലീഷുകാരൻ അല്ല ഇവരെ ഇത് റിജക്റ്റ് ചെയ്യണത് ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഇംഗ്ലീഷുകാരൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പിന്നെ അത് അവർ ടേക്കപ്പ് ചെയ്യത്തില്ല. അപ്പോഴേ ഷൈനി ഒരു സാക്ഷ്യം കേൾക്കും. സാക്ഷ്യം കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ലെറ്റർ ജോലി, അതായത് നിരാകരിച്ച ജോലി കമ്പനി വീണ്ടും തിരിച്ചു വിളിക്കുന്ന ഒരു സാക്ഷ്യം കേൾക്കും. അപ്പോഴത് സാക്ഷ്യം അവളെ കേൾക്കണതല്ല, മാതാവ് അവളെ കേൾപ്പിക്കണതാണ്. അതായത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണം മക്കളെ. ഉടമ്പടി ചെയ്യുമ്പോൾ നീ സത്യസന്ധമായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മ നിന്നെ വിടാതെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നാക്കും. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കണത്? ഇവൾക്ക് ലെറ്റർ വരുന്നില്ല. ലെറ്റർ വരാത്തപ്പോൾ ഇവളിനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലെ വിഷമിക്കുമ്പോൾ ഇവളൊരു സാക്ഷ്യം കേൾപ്പിക്കും. പണ്ട് അമ്മ എന്താ ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സാക്ഷ്യം. ഇപ്പം നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങളൊരു സാക്ഷ്യം കേട്ടാൽ പോലും അമ്മയുടെ ഒരു നിഴൽരൂപം അവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങൾ കേൾപ്പിക്കണമാണത്. നീ പിന്തിരിയരുത്, നീ ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ പറയും. അപ്പോഴുടനെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനി വിചാരിക്കും അപ്പോഴുടനെ ഇവർ വിചാരിക്കേ ശരി എന്നാൽ ഉടമ്പടി കുറച്ചുകൂടി കാർക്കശ്യമാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. പിന്മാറാനല്ല, അവരുടെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിലൊന്നും പോയിട്ടില്ല ഈ രോഗികളെ കാണാൻ വേണ്ടി. പിന്നെ ഷൈനി ഉടനെ ഗവൺമെൻറ് ആശുപത്രി പോകും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയത്തില്ല ഗവൺമെൻറ് ആശുപത്രി പോകണം, അവിടെ പാവപ്പെട്ട രോഗികളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഏത് ഗവൺമെൻറ് ആശുപത്രി പോകാനാണ്, നാട്ടിൽ തന്നെയുള്ള പല പ്രൈവറ്റ് ആശുപത്രിയും പോയേക്കാൻ രോഗികളെ കണ്ടാൽ മതിയല്ല. അതൊക്കെ ഇങ്ങനെ പെയ്തും പെരക്കി പിച്ചും പെയ്യും പറഞ്ഞാൽ കുറേ പെരിച്ചാഴികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് പ്രശ്നം. കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇതിന് ജ്ഞാനം കിട്ടിയിരിക്കുന്നതും എന്നോടല്ലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും ഓരോ കാര്യം. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് കറക്റ്റായിരിക്കും. നിങ്ങൾ സുവിശേഷ വേല ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഈ നാക്കിട്ട് ചലിപ്പിച്ച് ചെല്ലി ദൈവത്തിന് അകപ്പെടുത്താമെന്ന് വിചാരിച്ച് അകപ്പെടത്തില്ല. അങ്ങനെ അകപ്പെടുത്തുന്ന ദൈവമല്ല. സത്യമായ ദൈവമായത് കാരണം ഇങ്ങനെയുള്ള ചെപ്പടി വിദ്യകളിലൂടെ അകപ്പെടത്തില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ മാന്യം മര്യാദ ഇറങ്ങി ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്യണം. എവിടെയെല്ലാം സുവിശേഷ വേല ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ച് സത്യസന്ധമായിട്ട് ഉടമ്പടിയോട് നിങ്ങൾ പരിഗണിക്കുന്ന സമയത്ത് തീ കത്തും. അവൾ തന്നെ വേറെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെയൊക്കെ കണ്ട് പത്രമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുത്ത് അവർ സുവിശേഷ വേല തുടങ്ങി. അപ്പം തന്നെ ഈ നിരാകരിച്ച കമ്പനി തിരിച്ച് വിളിച്ചു. ആ സെക്കൻഡാണ് വിളിക്കണത്. അത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വിളിക്കും. കാരണം ദൈവം വാക്ക് മാറത്തില്ല ഒരിക്കലും. നിങ്ങളാണ് ഈ വാക്ക് മാറണത്. പല ആൾക്കാർക്കും ഉടമ്പടിയിൽ വന്നിരിക്കുന്നത് അവർ പറയണ എന്തെങ്കിലും ചെയ്ത് വെക്കും. അതിൻ്റെ അകത്ത് ഉടമ്പടി ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്ത് വെക്കും. കുറച്ച് പേര് അത് തൊട്ടടുത്തുള്ള ആരെങ്കിലും രോഗികളൊക്കെ പോയി കണ്ടിട്ട് മാതാവിൻ്റെ കണ്ണിൽ പൊടിയിടും. ചില ആൾക്കാർ പത്രം പലപ്പോഴായിട്ടൊക്കെ കൊടുത്തൊക്കെ തീർക്കും. അത് വെച്ചാൽ വല്ല വീട്ടിൽ വല്ല ഇൻസ്റ്റാൾമെൻറ്റാ വല്ല ചിട്ടിയുടെ കാശടക്കാനൊക്കെ വന്നവർക്ക് ഓരോ പത്രമൊക്കെ ഇങ്ങനെ കൊടുത്ത് അവിടെ വേറെ നമ്മുടെ കൈ നനയാതെ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം നിങ്ങളിങ്ങനെ ചെയ്ത് ഒപ്പിക്കണ സാധനമല്ല ഇത്. ദൈവത്തിന് വേണ്ടി സുവിശേഷത്തിൻ്റെ സാക്ഷിയാകണ പരിപാടിയാണ്. അത് നെഞ്ചുറപ്പോടുകൂടി യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാണ് ഞാൻ. കർത്താവിനെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ കർത്താവെ എന്നെ അഭിഷേകം ചെയ്തതിന് നന്ദി പറയുന്നു. എന്നിലൂടെ 10,000 മനുഷ്യർ ഈ കാലഘട്ടത്തിൽ കർത്താവിലേക്ക് വിശ്വാസത്തിലേക്ക് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. ഞാനിപ്പം മാത്രമല്ല, കാലാകാലം ഞാൻ മരിക്കണവരെ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ വേല ചെയ്യുമെന്ന് പറഞ്ഞ് സ്വർഗത്തിൻ്റെ പഠന്മാരായിട്ട് മാറാൻ വരുമ്പോൾ അപ്പം ദൈവമാരാണ് നിങ്ങളറിയും. നിങ്ങളിങ്ങനെ വാദപ്പനിയും പിടിച്ച് ചിക്കൻ ഗുനിയായും വന്ന് ഡെങ്കിപ്പനിയും വന്ന് തക്കാളിയും വന്ന് എല്ലാം പിടിഞ്ഞ് പനി പിടിച്ച രോഗികളെപ്പോലെയാണ് പലരും ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. കാര്യം ഇതിൻ്റെ ഈ വെടിമരുന്നിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിലാണ്. കാര്യം ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണല്ല, ചെല്ലുന്ന പ്രാർത്ഥന അല്ലല്ലേ. കാര്യം നമുക്കറിയാമല്ലോ, എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളും മനുഷ്യന് പ്രതിസന്ധി വന്നപ്പോൾ തുടങ്ങിയതാണ്. ദൈവം തുടങ്ങിച്ചതാണ്. എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളും മനുഷ്യന് പ്രതിസന്ധി വന്നപ്പോൾ ദൈവം ഏതെങ്കിലും ഒരു മനുഷ്യനെ ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ ദൈവം അഭിഷേകം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ജപമാല ഒരു കാലഘട്ടത്തിൽ 12-ാം നൂറ്റാണ്ട് 10 പ്ലേഗിൻ്റെ കാലം കഴിഞ്ഞപ്പോഴേ, അതായത് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു തീർന്നിട്ടുള്ള ഒരു 10-ാം നൂറ്റാണ്ടുണ്ട്. കുരിശുയുദ്ധം നടത്തിയ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലങ്ങളിൽ
യൂറോപ്പ് തളർന്നു പോയൊരു കാലഘട്ടത്തിലാണ് ഈ ശക്തിയുടെ ആയുധമായിട്ട് വരുന്നത്, ജപമാലയായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഡൊമിനിക്കാണ്, സെൻറ്റ് ഡൊമിനിക്കാണ് ഇതിൻ്റെ പ്രയുക്തമായിട്ട് വരുന്നത്. അയാളൊരു അങ്ങനെ ഒരു മനുഷ്യനാണ്, വൈദികനാണ്. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ദൈവത്തോട് ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തിലൂടെയാണ് അത് ഉയർത്തിക്കൊണ്ട് വന്നത്, അത് നിറവേറ്റിക്കൊണ്ട് വന്നത്. പിന്നെ അത് ലോകത്തിൻ്റെ മുഴുവനും ശക്തിയുടെയും സംരക്ഷണത്തിൻ്റെയും സംവിധാനമായി മാറി ജപമാല. അതൊക്കെ മുമ്പൊരു കാര്യമായിട്ട് ചെയ്തായിരുന്നു. എന്താണ്? കുരിശിൻ്റെ വഴി. അത് ഒരു മനുഷ്യനാണ് ചെയ്തത്. ആരാണത്? ഫ്രാൻസിസ് അസീസി. തുർക്കികൾ ജെറുസലേം മുഴുവൻ വളഞ്ഞ് അത് മുഴുവൻ കീഴടക്കി കഴിഞ്ഞപ്പോൾ വിശുദ്ധ നാട്ടിൽ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റാതിരുന്ന ഫ്രാൻസിസ് അസീസിക്ക് സങ്കടം വന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ ഈ 12-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ കർത്താവിൻ്റെ ചില സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ച് കർത്താവിൻ്റെ വീഴ്ചയെക്കുറിച്ചും കുരിശ് ചുമക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ആത്മാവിൽ ധ്യാനിച്ച് കർത്താവിൻ്റെ പീഡാനുഭവം കൊണ്ട് ഐക്യപ്പെട്ട് അങ്ങേര് രൂപപ്പെടുത്തിയെടുത്തതാണ് കുരിശിൻ്റെ വഴി. ഒരു വ്യക്തിയാണ്, അല്ലേ? ഓരോ പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തരെ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന അഭിഷിക്തരിലൂടെയാണ് ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഇത് തന്നെയാണ് ഈ 13-ാം നൂറ്റാണ്ടിലെ കാര്യം. ഇതെല്ലാം 12, 13, 14, 16 നൂറ്റാണ്ട് രൂപപ്പെട്ട് വന്നിട്ടുള്ള ഭക്തകൃത്യങ്ങളാണ് ഇന്നും ജ്വലിച്ച് നിൽക്കണതേ. അതായത് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ലൊംബാർഡ്സ്, വിസിഗോട്ട്സ്, അതുപോലെ തന്നെ മൂർസ്, ഇവരെല്ലാം റോമിനെ ആക്രമിച്ച് പൊട്ടിച്ച് തവിട് പൊടിയായി കഴിഞ്ഞപ്പോൾ അച്ഛന്മാരെയും വിശ്വാസികളെയും സിസ്റ്റേഴ്സിനെയൊക്കെ 100 കണക്കിന് കൊല്ലുമായിരുന്നു ഈ ലൊംബാർഡ്സ്. ഇതിപ്പോൾ ഭീകരവർഗമാണ്. അങ്ങനെ വന്നപ്പോൾ ലൊംബാർഡ്സ് ക്ലാരപ്പുണ്യാളത്തിയുടെ കോൺവെൻറ്റിലൊക്കെ 100 കുതിരകളുമായിട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി കയറുമ്പോൾ ക്ലാരപ്പുണ്യാളത്തി ഈ നാഴി പോലെ ഒരു സംവിധാനത്തിലാണ് കുർബാന അന്ന് സൂക്ഷിച്ചിരുന്നത് രോഗികൾക്ക് വേണ്ടി. ആ ചെറിയ നാഴിയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. കർത്താവേ, ഞങ്ങൾക്ക് ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഈ ലൊംബാർഡ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിറച്ച് തള്ളി തുള്ളി കുർബാനയുമായിട്ട് നിൽക്കും. അതോടുകൂടി ഇവർ പിന്തിരിഞ്ഞു പോകും. അന്ന് മുതലാണ് ആരാധന തുടങ്ങുന്നത്, ദിവ്യകാരുണ്യ ആരാധന. അപ്പം ഇങ്ങനെ ആരാധനയായാലും ജപമാലയായാലും കുരിശിൻ്റെ വഴിയായാലും സഭയുടെ ഓരോ ആപൽഘട്ടങ്ങളിൽ കിട്ടിയ അഭിഷേകങ്ങളാണ്. അതെല്ലാം ഒരു വ്യക്തികളിലൂടെ തുടങ്ങിയതാണ്. ലോകത്തിന് പ്രതിസന്ധി വന്നപ്പോൾ വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ അഭിഷേകത്തിലൂടെ ദൈവം തുടങ്ങിയ ലോക ശക്തീകരണത്തിൽ നടത്തിയ ദൈവബന്ധത്തിൻ്റെ ഒരു പ്രാർത്ഥനാ പദ്ധതികളാണ് അതൊക്കെ. പക്ഷേ ഉടമ്പടി അതല്ല. ഉടമ്പടി മനുഷ്യരാശിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഉണ്ടായതല്ല, ദൈവത്തിനൊരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവം കണ്ടുപിടിച്ചതാണ് ഉടമ്പടി. അതാണ് മറ്റു പ്രാർത്ഥനകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന് പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന് പ്രതിസന്ധിയാണ്. അതെ, ദൈവം സൃഷ്ടിച്ച ജനം ദൈവത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്ന് സാത്താന് വിധേയപ്പെട്ട് കൃപ നഷ്ടപ്പെടുത്തി പോയപ്പോഴാണ് ഏദനിലെ ആദ്യത്തെ ഉടമ്പടി ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? പിന്നീട് ഏദൻ്റെ ഉടമ്പടി കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ഉടമ്പടി. ആദത്തിൻ്റെ ഉടമ്പടി കഴിഞ്ഞ ശേഷമാണ് ഏദൻ ഉടമ്പടി. ഏദൻ ഉടമ്പടി തന്നെ ആണ് മരിയൻ ഉടമ്പടി. എന്താണ്? ഈ കൃപ നഷ്ടപ്പെട്ട മനുഷ്യന് വീണ്ടും കൃപ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചാണ് ഉടമ്പടി. കൃപ നഷ്ടപ്പെട്ട മനുഷ്യന്, അശക്തരായിപ്പോയ മനുഷ്യരെ, ദൈവത്തിന് അകന്നുപോയ മനുഷ്യരെ, ജീവിതത്തിൽ തരിപ്പണമായി പരാജയപ്പെടാൻ പോകുന്ന മനുഷ്യനെ തൻ്റെ മാറോട് ചേർത്ത് വെക്കാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചതാണ് ഉടമ്പടി. കവനൻ്റ് ഓഫ് ഈഡൻ. അതിലെന്താണ് പറയണത്? നിനക്കും സ്ത്രീക്കും തമ്മിൽ 33:15 നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന്. അപ്പം അവൻ അവിടെ വരികയാണ്. അവൻ മാത്രമല്ല, സ്ത്രീയും. അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത് സ്ത്രീയാണ്. മനസ്സിലായില്ലേ? അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണത് സർപ്പത്തിൻ്റെ കുതികാലിലെ സർപ്പത്തിന് തലക്ക് ചവിട്ടിയ അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണതും
പറഞ്ഞ് ചെയ്യിക്കണതും സ്ത്രീയാണ്. ആ സ്ത്രീയാണ് മറിയാം. അവരുടെ മധ്യസ്ഥത്തിലാണ് ഈ മരിയൻ ഉടമ്പടി. അപ്പോഴിതെന്ന് പറയണത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടായ കാലത്ത് മനുഷ്യന്മാർ കണ്ടുപിടിച്ചതല്ല, ദൈവം മുൻകൈയെടുത്ത് ചെയ്തതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 വചന വെളിപാടിൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആരാധനയുടെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും മക്കൾ ഓർക്കുക. അത് കർത്താവിന് പുനർസമർപ്പണം ചെയ്യുക. ഏതെങ്കിലും വിഷയത്തിൽ സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ആഴ്ചയിൽ തന്നെ പറഞ്ഞുകൊള്ളാമെന്ന് ഈശോയ്ക്ക് വാഗ്ദാനം കൊടുക്കുക. സാക്ഷ്യം ദൈവമഹത്വത്തിൻ്റെ ഒരർത്ഥക്കുദാശയാണ്. അതിലൂടെ കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ചൊരിഞ്ഞ് നമ്മളെ സുവിശേഷമാകുന്നതുമായ ഒരു അപ്പോസ്തല ശുശ്രൂഷയാണ്. ആൻഡ് ഇറ്റ്സ് എ ലേ അപ്പോസ്റ്റലിക് മിനിസ്ട്രി. കർത്താവേ, അങ്ങയുടെ മക്കളെ ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേപ്പുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, വേദനിക്കുന്ന എല്ലാവരുടെ മേലും കൈനീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികള്, ശ്രുതികടെ മക്കളെ, രോഗികളെ, പീഡിതരെ, അസ്ഥിവേദന എടുക്കുന്നവരെ, വിസർപ്പ രോഗികള്, സോറിയാസിന്റെ അസുഖമുള്ളവരെ, അപ്പാ പിതാവേ, അങ്ങേപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഗർഭരോഗികള്, ഗർഭദശത്തിന് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറയുന്നവരെ, അതിൻ്റെ പേരിൽ പേടിച്ചിരിക്കുന്നവരെ, കിഡ്നി രോഗികളെ, കിഡ്നി ചുങ്ങിപ്പോകുന്നവരെ, കിഡ്നിയിൽ കല്ലുള്ളവരെ, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരെ, കർത്താവേ, അപ്പാ പിതാവേ, അങ്ങേപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹം തടസ്സമുള്ളവരെ, ഈശോയെ, മക്കൾ ഇല്ലാത്തവര്, കർത്താവേ, വസ്തു വീടുമില്ലാത്തവര്, പെരുവഴി ആധാരം പോലെ ആയിപ്പോയവര്, കർത്താവേ, ജോലിക്ക് പ്രോസസ്സിംഗ് നടക്കാത്തവര്, പരീക്ഷ പരാജയപ്പെട്ടവര്, ഇനി പരീക്ഷ എഴുതാൻ പണമില്ലാത്തവര്, അവരെല്ലാം കർത്താവേ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കണ്ണുനീര് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേപ്പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശരീരം മുഴുവൻ കുരുക്കളുള്ളവര്, ശരീരം മരവിച്ചവര്, വാതരോഗികൾ, വിസർപ്പ രോഗികള്, മുടി കൊഴിഞ്ഞു പോകുന്നവര്, തലയ്ക്ക് അകത്തും പുറത്ത് ശരീരത്തിൽ മുഴയുള്ളവര്, ശരീരത്തിൽ പൊറുക്കാത്ത വ്രണങ്ങളുള്ളവര്, അപ്പാ പിതാവേ, കർത്താവ്, ഇപ്പോഴേ അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അടുപ്പിടറ പോലെ, വൈദ്യ ആഘാതം പോലെ, ദൈവിക ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള് യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കർത്താവേ, മക്കൾ തെറ്റായ പ്രണയ ബന്ധത്തിൽ അകപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോവിഡ് കാലത്ത് കർത്താവ് വാടക കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ കടകൾ പൂട്ടിപ്പോയവരെ, കടകൾ വിട്ടു കൊടുക്കേണ്ടി വന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു തൊഴിലും പരതൊഴിലും ഇല്ലാതെ അരഞ്ഞു നടക്കുന്നവരെയും വീട്ടിൽ ഇരിപ്പായവരെയും എന്തിന് പോകണമെന്ന് ഓർത്തോ കർത്താവെ ഡിപ്രഷൻ ബാധിച്ച് വിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മനോരോഗികളെ, മാനസിക അസ്വസ്ഥതകളുള്ളവരെ, ഉറക്കമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേപ്പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ച ഉള്ളവര്, ജപ്തി നടപടി നേരിടുന്നവര്, വിദൂരങ്ങളുള്ള മക്കള്, ജയിലിലായവര്, നാട്ടിൽ ജയിലായിട്ടുള്ള മക്കള്, കേസ് വന്നിട്ടുള്ളവര്, തർക്കപ്പുരയിടങ്ങൾ ഭാഗുടമ്പടി നടക്കാത്തവര്, കർത്താവേ, പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതി തോക്കുന്നവര്, സപ്ലൈയുള്ളവര്, എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, റെക്കോർഡ് കൊടുക്കാത്തവര്, കർത്താവ്, ഓരോ രാജ്യങ്ങളിൽ യുദ്ധം കാലം പഠനം നടത്തി പോകുന്നവര്,
അവർക്ക് വീണ്ടും പഠിക്കണമെന്ന് തോന്നുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ വിഷമിക്കുന്നവരെ, അതിന് പണമില്ലാത്തവരെ, കപ്പാ പിതാവേ അതേപോലെ യേശുക്രിസ്തു നാമത്തിൽ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിന് കൃപ ചൊരിയട്ടെ, വഴികൾ തുറയട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിച്ച് വളരെ തീക്ഷ്ണമായി, ഏറ്റവും നല്ല സമയമാണിത്. എന്തെങ്കിലും വിഷയം അച്ഛൻ നിങ്ങളുടേത് റെഫർ ചെയ്യാതെ പോന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അമ്മ ജീവനോടെ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അച്ഛന് പിന്നീട് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവെ, സ്വകാര്യമായി മക്കൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ, ഇവിടെ തീർത്ഥാടനത്തിലിരിക്കുന്നവരും ഓൺലൈനിലായിരിക്കുന്നവരും ഇപ്പോൾ സ്വകാര്യമായി പ്രാർത്ഥിച്ച കാര്യങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പരിശുദ്ധ അമ്മ വഴി ഏൽപ്പിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ കൈകൾ നീട്ടണമേ. അപ്പം ആ മക്കളിപ്പോൾ സ്വകാര്യമായി പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിൻ്റെ മേലും കൈകൾ നീട്ടണമേ. തർക്കപ്പുരയിടങ്ങളും കേസുകളുടെ മേലും കൈ നീട്ടണമേ. മക്കളില്ലാത്ത അവസ്ഥ നമ്മൾ കൈ നീട്ടണമേ. വെറുപ്പിലും വൈരാഗ്യങ്ങളിലും ഭീഷണികളുടെ സങ്കടങ്ങളിരിക്കുന്നവരെ കർത്താവെ അപ്പാ വിടുവിക്കണമേ. ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും കർത്താവെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ, കഴിഞ്ഞവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എല്ലാം ആശ്രയം, ഏജൻറ്റിൻ്റെ കയ്യിൽ പണം കുടുങ്ങിപ്പോയവരെ, യൂണിവേഴ്സിറ്റിയിൽ പണം കുടുങ്ങിപ്പോയവരെ അപ്പാ ഇപ്പോഴ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കുക, അഭിഷേകം സ്വീകരിക്കുക, ആശീർവാദവും. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ ആവേ